അവസാനത്തെ 2-3 വാക്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. ദ ഗ്രേറ്റ് കമ്മീഷൻ. अरे अंतिम आदेश. उत्तर भारत में सेवा करने वाला बहुत सारे प्रभु के दास दासी लोग यहाँ पर बैठा हुआ है. मेरे ख्याल में बहुत सालों के बाद नहीं, आईपीसी का इतिहास में मेरे ख्याल में उत्तर भारत से, उत्तर पूर्वी भारत से इतने तादाद में प्रभु के दास लोग कुम्मनाड कन्वेंशन में नहीं आया. इधर का रजिस्ट्रेशन काउंटर में मैंने जाकर पता किया, वहां पर 1400 से ज्यादा 1400 ആളുകൾ ഇവിടെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് രജിസ്റ്റർ ചെയ്തു. അതിന്റെ പുറകിൽ ഞങ്ങളൊക്കെ ഒത്തിരി അധ്വാനിച്ചു. ഞങ്ങൾ ലീഡേഴ്സൊക്കെ കോർഡിനേറ്റ് ചെയ്ത് അങ്ങനെയുള്ളതായ കാര്യങ്ങളൊക്കെ ചെയ്തു. इधर हिंदी बोलने वाला बहुत सारे लोग बैठा हुआ है. सारे प्रचार हिंदी में नहीं कर सकता है. हिंदी भाषियों के लिए, हिंदी बोलने वाले लोगों के लिए इस बार बहुत अच्छा प्रबंध किया. सुबह का बाइबल क्लास का जो स्टडी का तर्जुमा यहाँ पर हो रहा है. हिंदी का सेपरेट सेशन जो है वहां पर हो रहा है. शाम का मीटिंग में एक प्रचार जो है कम से कम हिंदी में तर्जुमा है. इतना अच्छा प्रबंध हिंदी भाषियों के लिए इससे पहले कभी नहीं हुआ. मैं प्रभु का धन्यवाद करता हूँ. ഈ ഒരു സുവിശേഷ ആഹ്വാനം പ്രിയപ്പെട്ടവരെ, കേരളത്തിലുള്ളതായ മലയാളികളായിരിക്കുന്ന പ്രിയപ്പെട്ടവര് അത് ഏറ്റെടുക്കണമെന്ന് ഞാൻ തീർച്ചയായിട്ടും താല്പര്യപ്പെടുന്നു. നമുക്ക് വായിക്കാം മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യങ്ങൾ ഇപ്രകാരം. എന്റെ കയ്യിൽ ഹിന്ദി ബൈബിളാണ്, ഞാൻ ഹിന്ദിയിൽ ആ വാക്യങ്ങൾ വായിക്കുന്നു. यीशु ने उसके पास आकर कहा, स्वर्ग और पृथ्वी का सारे अधिकार मुझे दिया गया, इसलिए तुम जाओ, सब जातियों के लोगों को चेला बनाओ और उन्हें पिता और पुत्र और पवित्र आत्मा के नाम से बपतिस्मा दो और उन्हें सब बातें जो मैंने तुम्हें आज्ञा दी है मानना सिखाओ. और देखो, मैं जगत के अंत तक सदा तुम्हारे संग रहूंगा. हाथ उठाकर प्रभु का धन्यवाद करें. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഈ ലോക സുവിശേഷ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള മിനിസ്ട്രിയുടെ അവസാന ഭാഗം മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് 40 ദിവസം വീണ്ടും ഈ ലോകത്തിൽ താൻ ആയതിനു ശേഷമായി താൻ സ്വർഗാരോഹണം ചെയ്യുവാൻ തക്കോണം കടന്നു പോകുന്നതിന് മുമ്പായിട്ട് തന്റെ ശിഷ്യന്മാരെ വിളിച്ചുകൊണ്ട് പറയുന്നതായ അവസാനത്തെ വാക്കുകളാണല്ലോ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ ഈ ഭാഗങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത്. ദയവ് ചെയ്ത് മലയാളത്തിലുള്ളതായ ആരെങ്കിലും പ്രിയപ്പെട്ടവര് ഞാൻ പറയുന്ന കുറച്ച് വാക്യങ്ങൾ ദയവായിട്ട് വായിച്ചു തന്ന് സഹായിക്കണമെന്ന് ഞാൻ വിശേഷം ഓർപ്പിക്കുന്നു. അവിടെ ആ സിസ്റ്റർ താങ്ക് യു, അവിടെ ഇരുന്നിട്ട് അത് വായിച്ചു തന്ന് സഹായിക്കണം. കർത്താവിന് സ്തോത്രം. ഈ വായിച്ചതായ വേദഭാഗം എല്ലാവർക്കും അറിയാവുന്നതായതുകൊണ്ട് ആ വേദവാക്യം ഞാൻ വീണ്ടും ഉദ്ധരിക്കുവാൻ കൊണ്ട് താല്പര്യപ്പെടുന്നില്ല. ഒരിക്കൽ മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ ശിഷ്യന്മാരെല്ലാം കൊണ്ട് യേശുവിന്റെ അടുക്കൽ കടന്നു വന്നിട്ട് അവനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ഭാഗത്തേക്ക് ഞാൻ പോകാത്ത കൊണ്ട് താല്പര്യപ്പെടുന്നില്ല. എന്താണ് ചോദിക്കുന്നത്? കർത്താവേ, നിന്റെ വരവ് എപ്പോൾ നടക്കും? ആ വരവിൻ്റെതായിട്ടുള്ള ലക്ഷണങ്ങൾ എന്തായിരിക്കും? അവർ ചോദിക്കുവാനുള്ളതായ കാരണം എന്താണെന്ന് ചോദിച്ചാൽ യേശു തമ്പുരാൻ ശിഷ്യന്മാരോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുക്കുവാൻ പോകും. പോയതിനു ശേഷമായിട്ട് ഞാൻ നിങ്ങളെ ചേർക്കുവാൻ കൊണ്ട് കടന്നു വരും. നിങ്ങൾ എന്നും എന്നേക്കും എന്റെ അടുക്കൽ സ്വർഗത്തിലൊക്കെ നിങ്ങൾ എന്നോട് കൂടെ ആയിരിക്കും. ശിഷ്യന്മാർക്ക് വേണ്ടതുപോലെ അത് ആ വേണ്ട രീതിയിൽ അത് ഏറ്റെടുക്കുവാൻ കൊണ്ട് കഴിഞ്ഞില്ല. അവർ കാൽക്കുലേറ്റ് ചെയ്ത് കാണും, ഒരു വീട് പണിയുവാൻ എത്ര കാലം വേണം, ഒരു സ്ഥലത്തിന്റെ ക്രമീകരണം ചെയ്യുവാൻ എത്ര കാലം വേണം. 1 വർഷമെങ്കിൽ 1 വർഷം, 2 വർഷം, 10 വർഷം, 100 വർഷം, ഇത്രയും കാലത്തിൽ കൂടുതൽ വേണ്ടായല്ലോ. അവർക്കെല്ലാവർക്കും ധൃതിയാണ്. നാടും വീടും പ്രിയപ്പെട്ടവരെയും ജോലിയും എല്ലാം കളഞ്ഞതിനു ശേഷമായിട്ട് ഈ കർത്താവിന്റെ പുറകെ ഇറങ്ങിത്തിരിച്ചതാണ്. ഈ ലോകത്തിൽ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ചുകൊണ്ട് യേശുവിനെ സേവിപ്പാത്തോട് ഇറങ്ങി പുറപ്പെട്ടവരാണ്. ഈ കഷ്ടത എന്ന് മാറും? ഞങ്ങൾക്കൊരു നല്ല കാലം എന്ന് വരും? കർത്താവേ, നീ എപ്പോൾ വരും? 24-ാമത്തെ അധ്യായത്തില് അതിൽ 1-2 വാക്യങ്ങൾ വായിച്ചാട്ടെ. 24-ാം അധ്യായം 1-2 വാക്യങ്ങൾ യേശു ദൈവാലയം വിട്ടു പോകുമ്പോൾ ശിഷ്യന്മാർ അവന് ദൈവാലയത്തിന്റെ പണി കാണിക്കേണ്ടതിന് അവന്റെ അടുക്കൽ വന്നു. അവൻ അവരോട്, ഇതെല്ലാം കാണുന്നില്ലയോ? ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. 24-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം കൂടെ വായിച്ചാട്ട്. 14-ാമത്തെ വാക്യം, രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും
സാക്ഷ്യമായി Yes. ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. വളരെ ശ്രദ്ധിക്കണേ. 24-ാമത്തെ അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ ചോദിച്ചതായ ചോദ്യത്തിൻ്റെതായിട്ടുള്ള ഉത്തരമല്ല ആദ്യ ഭാഗങ്ങളിൽ കർത്താവ് കൊടുക്കുന്നത്. എന്നോട് ഒരാൾ വന്നിട്ട് ചോദിക്കാണെന്നിരിക്കട്ടെ, പാസ്റ്റർ കുമ്മനാട് കൺവെൻഷന് വന്നതാണല്ലോ, കുമ്മനാട് കൺവെൻഷൻ കഴിഞ്ഞിട്ട് എന്നാണ് മടങ്ങി പഞ്ചാബിലേക്ക് തിരിച്ചു പോകുന്നത് ചോദിച്ചാൽ എനിക്ക് നേരെ പറയുവാൻ കൊണ്ട് കഴിയും, 25-ാം തീയതി ജനുവരിയിൽ ഞാൻ ഇവിടുന്ന് റിട്ടേൺ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, ഞാൻ 25-ാം തീയതി പഞ്ചാബിലേക്ക് പോകും, എനിക്ക് ആരോടും ചോദിക്കേണ്ട കാര്യമില്ല, അത് ക്ലിപ്തമാണ്. അന്നേരം അതിനിടയ്ക്ക് വേറെ കഥകളൊന്നും പറയേണ്ട ആവശ്യമില്ല. ശിഷ്യന്മാർ ചോദിച്ച ചോദ്യം, കർത്താവേ നീ എപ്പോഴാണ് വരുന്നത്? आप कब वापस आओगे? जाने के लिए जल्दीबाजी में बैठने वाला लोग पूछ रहा है, यीशु मसीह आप तो स्वर्ग में जा रहा है, जगह तैयार करने का वायदा किया, आपने ही कहा कि मैं जल्दी वापस आ जाऊंगा, कब आएगा, ये कब होगा, എപ്പോൾ വരും? യേശു കർത്താവ് ആ സമയത്ത് പറയുന്നതായ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നാൽ യേശു കർത്താവ് പറയുന്ന ഒരു പ്രത്യേക ഭാഗമാണ് 14-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. ഈ രാജ്യത്തിന്റെ സുവിശേഷം സകല രാജ്യങ്ങളിലും സകല ജാതികളിലും പ്രസംഗിക്കപ്പെടുന്നത് വരെ സുവിശേഷം അറിഞ്ഞിട്ടില്ലാത്തതായ ഒരു വ്യക്തി പോലും ശേഷിക്കുവാൻ പാടില്ല. ഏതെങ്കിലും മാധ്യമങ്ങളിൽ കൂടെ ഏതെങ്കിലും രീതിയിൽ സുവിശേഷം എല്ലാവരുടെയും ചെവിയിൽ ഒരിക്കലെങ്കിലും എത്തിയിരിക്കണം. അതിനുശേഷം മാത്രമേ അന്ത്യമുണ്ടാകത്തുള്ളൂ. നാം എല്ലാവരും പ്രാർത്ഥിക്കുന്നതായ അവസാനത്തെ പ്രാർത്ഥനയിൽ അവസാനം ഏറ്റുപാടുന്ന ഒരു കാര്യമുണ്ട്, ആമേൻ കർത്താവായ യേശുവേ. പറഞ്ഞാട്ട് ബാക്കി പറഞ്ഞാട്ട് വേഗം വരണമേ, നമുക്കെല്ലാം ധൃതിയാ, എല്ലാവർക്കും വേഗത്തിൽ പോകണം. കർത്താവ് സ്തോത്രം. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആളുകളോട് അവരുടെ എല്ലാ പ്രാർത്ഥന എന്തായിരിക്കും എന്നറിയാമോ? തമ്പുരാനെ, ഇവൻ അദ്ദേഹത്തിന്റെ പ്രസംഗം ഒന്ന് വേഗത്തിൽ തീർത്തായിരുന്നെങ്കിൽ ഈ ചൂടിന്റെ സമയത്ത് നിന്നും ഒന്ന് രക്ഷപ്പെടാമായിരുന്നു. എല്ലാവർക്കും എല്ലാത്തിന്റെ വേഗതയാണ്. ഞാനൊരു കാര്യം പറയാം, മണവാളനും വേഗതയാണ്. കല്യാണം ഉറച്ചു കഴിഞ്ഞ് കല്യാണം നടക്കാന് തീയതിയോ സമയമോ കൂട്ടിയാൽ, ഞങ്ങളുടെ നോർത്ത് ഇന്ത്യയിലൊക്കെ മംഗനി അവർ ഷാദി കെ ബീച്ച് മേ കൈ മഹീനോं का ഫാസല है. ഇവിടെ ആണെങ്കിൽ നമ്മുടെ ഇവിടെ കാണുന്നത് കല്യാണത്തിന്റെ ഉറപ്പ് 2 ദിവസം മുമ്പ്, 2 ദിവസം കഴിഞ്ഞ് കല്യാണം, അല്ലെങ്കിൽ കല്യാണത്തിന്റെ അന്ന് തന്നെ പന്തലിൽ രാവിലെ 10 മണിക്ക് ഉറപ്പ്, അതിന് 12 മണിക്ക് കല്യാണം. ഇതൊക്കെയാണ് നടക്കുന്നത്. അവിടെയാണെങ്കിൽ 1 വർഷം മുമ്പൊക്കെ അവിടുത്തെ കല്യാണത്തിന് ഉറപ്പൊക്കെ കഴിയും. ഉറപ്പൊക്കെ കഴിഞ്ഞാലും അടുത്ത കല്യാണത്തിന് ദിവസം വരെയുള്ള ദൂരം എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. സമയത്തിന് ചുരുക്കത്താൽ ഞാൻ ഓടിപ്പോകട്ടെ. മണവാളന് ധൃതിയുണ്ട്, മണവാട്ടിക്കും ധൃതിയുണ്ട് വരാന്. എന്നാൽ ഒരു കാര്യം വാത്സല്യ സഹോദരി സഹോദരന്മാരെ, ഈ മിഷൻ ചലഞ്ച് മീറ്റിംഗിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മുടെ കർത്താവിന്റെ വരവിന് താമസത്തിന്റെ കാരണക്കാരാണ്. ഞാൻ നിങ്ങളുമാണ്. രാജ്യത്തിന്റെ സുവിശേഷം എന്തുവരെ ലോകത്തിലെ സകല ജാതികളും സകല ഭാഷക്കാരും സകലരും കേൾക്കുന്നത് വരെ ഒരു കർത്താവിന്റെ വരവിന് താമസമുണ്ടാകും. ഞാൻ ഒരു കാര്യം പറയുന്നത്, കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ പല കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു പ്രത്യേക ഭാഗം വായിക്കാൻ താല്പര്യപ്പെടുന്നു. 2 പത്രോസ് 3-ാമത്തെ അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. 2 പത്രോസ് 3-ാമത്തെ അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ. ആരും നശിച്ചു പോകാതെ എല്ലാവരും